അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ മാറ്റു കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിവാദം ഉണ്ടാവുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ ഇടതുപക്ഷം ബോധപൂർവ്വം മറച്ചു വെക്കുന്ന ഒരു സംഗതി, ഈ പീഠം കാണാതായത് 2019 6 വർഷമായിട്ട് കാണാതായിട്ടുള്ള പീഠം ഇപ്പൊ ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നിട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ പുറത്തു വന്നിട്ടുള്ളത് ശരിയായിട്ടുള്ള പീഠമാണോ എന്നുള്ളത് മറ്റൊരു വലിയ ചർച്ചയുടെ വിഷയമാണ്. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റകൃത്യത്തിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത്, അയാൾക്ക് അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി കൊടുത്തത് ഇവിടെ ദേവസ്വം ബോർഡല്ലേ. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേട് ഉൾപ്പെടെ നടന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള സ്വർണ്ണപ്പാളികൾ തന്നെയാണോ അവിടെ എത്തിച്ചത് എന്നുള്ള ചോദ്യം ചോദിക്കുന്നത് ഞങ്ങളല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. സെപ്റ്റംബർ 17 ഉത്തരവിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിക്കുന്നു, ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള പ്ലേറ്റുകളല്ല അവിടെ എത്തിയതെന്ന് ന്യായമായി അനുമാനിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. പിന്നെ ഈ വ്യക്തി പർപ്പോർട്ടഡ് ആസ് എ സ്പോൺസർ ആണെന്ന ഭാവേന വന്നിട്ടുള്ള ഈ വ്യക്തിയുടെ പിന്നിലുള്ള യഥാർത്ഥ താല്പര്യം എന്താണെന്ന് അന്വേഷിക്കണം എന്ന് പറയുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്താ പറഞ്ഞത്? ഈ കാര്യത്തിൽ ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുടെ പങ്കാളിത്തവും കൂടി അന്വേഷിക്കണം. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരങ്ങളും ദേവസ്വം ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുവെക്കാൻ പാടില്ല. ഇത് ദേവസ്വം ഉദ്യോഗസ്ഥന്മാരെ പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് SP വിജിലൻസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി കോടതിയെ മാത്രം ബോധ്യപ്പെടുത്തണം. ഇതിൽ ഉത്തരവാദികളായിട്ടുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാർക്കും ശിക്ഷാ നടപടി വേണം. അപ്പോൾ വളരെ ലാഘവത്വത്തോടുകൂടി ഉത്തരവാദിത്വ രഹിതത്തോടുകൂടി അയ്യപ്പന്റെ സ്വർണ്ണാഭരണങ്ങൾ കൈകാര്യം ചെയ്തതും അത് നഷ്ടപ്പെടാൻ തക്കവണ്ണുള്ള സാഹചര്യം സൃഷ്ടിച്ചതും ആരുടെ ഗൂഢാലോചനയാണെന്നുള്ള കാര്യം പുറത്തു കൊണ്ടുവരേണ്ടത് ഇത് ഭക്തസമൂഹത്തിന്റെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അക്കാര്യത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള അന്വേഷണങ്ങളും അതുമായി ബന്ധപ്പെട്ട ആളുകളെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട്.